കാരണം ഒരിക്കലും ഈ വന്ന വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമൊന്നുമല്ല, കുഞ്ഞിനെ തന്നെ ആയിരിക്കും ലക്ഷ്യം. വെള്ളം എടുക്കാൻ പോയ സമയത്ത് കുഞ്ഞ് കരയുന്ന കേട്ടോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ളം എടുത്തില്ല, ഓടി വന്നു. ഒക്കത്തില്ല. അന്നേരം ആ കൊച്ചു വെള്ളം എടുക്കാനായിട്ട് അകത്തോട്ട് പോയത്. ആ പോയ സമയത്താണ് ഇയാൾ കൊച്ചിനെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആരായാലും വെള്ളം കൊടുക്കും. അതോർത്ത് ആ കൊച്ചു വെള്ളം ചോദിച്ചോട്ടെ വെള്ളം എടുക്കാൻ ലാഭിച്ച് വന്ന ആളെ ഞാൻ വെള്ളം മേടിച്ച് കുടിക്കത്തില്ലയോ. കാരണം എന്ന് പറഞ്ഞാൽ 9 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഇന്ന് എന്തായാലും ദൈവത്തിന് സഹായം കൊണ്ട് ആ കുഞ്ഞിനെ തിരിച്ച് കിട്ടിയല്ല. തിരിച്ച് വെള്ളം എടുക്കാതെ കൊച്ചി ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കും കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് കൊച്ചിൻ്റെ കൊങ്ങായി കീറി പിടിച്ചു. ഇപ്പോൾ എന്നാലും CC ക്യാമറയ്ക്കകത്ത് ഇപ്പം കണ്ടുപിടിച്ചിട്ടില്ല. അമ്പലത്തിൽ നോക്കി അവിടെ 2 വീട്ടിലേക്ക് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്ക് രേഖാചിത്രം എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. അത് എത്ര ഇതായാലും ആ രേഖാചിത്രം എടുക്കണം. എടുത്തിട്ട് ഇത് ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഒരിക്കലും ഈ വന്ന വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമൊന്നുമല്ല, കുഞ്ഞിനെ തന്നെ ആയിരിക്കും ലക്ഷ്യം. ഇനിയിപ്പോൾ 2 ആഴ്ചയോടെ കഴിയുമ്പോൾ സ്കൂൾ അടയ്ക്കുക, പരീക്ഷയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുള്ളവരാണ്. ഞങ്ങളെല്ലാം ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. ഈ ഉച്ച സമയങ്ങളിലാണെങ്കിൽ ഇവിടെ ആരുമില്ല. സന്ധ്യ ഒരു 6 മണി ആയി കഴിഞ്ഞിട്ടുള്ള വീടുകളിൽ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും എത്തുന്നത്. പക്ഷെ ഇതൊക്കെ ഈ അറിഞ്ഞിരുന്നിട്ട് തന്നെ വന്നവരായിരിക്കണം. അതിന് എന്തെങ്കിലും നടപടി തീർച്ചയായിട്ടും എടുക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ 9 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഇന്ന് എന്തായാലും ദൈവത്തിന് സഹായം കൊണ്ട് ആ കുഞ്ഞിനെ തിരിച്ച് കിട്ടിയല്ല ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇത് നാളെ എൻ്റെ വീട്ടിലും വേറെ വീട്ടിലും സംഭവിച്ചുകൂടാന്നുമില്ല. നമ്മളെല്ലാം ഭയത്തിലാണ്. തീർച്ചയായിട്ടും ഈ ഇത് അറിഞ്ഞപ്പോഴേ ഒരു 2 മണി ഈ സംഭവം നടന്നപ്പോൾ എന്നോട് ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് വേറൊരു ചേച്ചിയെ വിളിച്ച് ചോദിച്ച് അങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആശുപത്രി നിൽക്കുക, ഈ കൊച്ചിന് ബോധം, ഈ കൊച്ച് അതൊക്കെ ഒന്ന് ഓർക്കണം. ഈ എടുത്ത് ആ ഏറ്റം കയറി പോയി ആ വീട്ടിൽ ചെന്ന് കൊച്ചങ്ങ് വീണ് അന്നത്തെ വയറ് ചേച്ചി വന്നാൽ കുഞ്ഞിനെ അങ്ങ് പെട്ടെന്ന് എടുത്ത് പിന്നെ പെട്ടെന്ന് വിളിച്ച്. എന്നിട്ട് ഈ ആളെ എങ്ങോട്ട് മേപ്പോട്ട് പോയിട്ടില്ലെന്ന് പറയുന്നു. താഴോട്ട് പോയതായിരിക്കും. താഴോട്ട് പോയാൽ 2-3 ഇടവഴി ഉണ്ടായതുകൊണ്ട് ഇതുവഴി പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ കൊച്ചു പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിന് ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് അങ്ങനെയുള്ള രേഖ. പക്ഷേ അത് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ വെള്ളം ചോദിച്ചു, അത് നമ്മൾ ആരായാലും അവന് വെള്ളം എടുത്ത് കൊടുക്കത്തില്ലേ. വെള്ളം ചോദിച്ചു, വെള്ളം എടുക്കാതെ അകത്തോട്ട് പോയപ്പോൾ കുഞ്ഞിനെ അവിടെ കടത്തിയിട്ടാണ് പോയത്. പക്ഷെ ആ കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അവൾ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. വെള്ളം എടുക്കാൻ സമയം കൊണ്ട് ഇയാൾ ഏതെങ്കിലും വഴി കൊണ്ടുപോയത്. കാരണം നമ്മളിപ്പോൾ എത്രയോ എടുത്ത് കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചതും കൊണ്ടുപോകുന്നതും ഒക്കെ. 1-2 മണിയായി കാണും. വെള്ളം ചോദിച്ചത് വെള്ളം തരുമോ. നിങ്ങൾ കുഞ്ഞിനായിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു? ഞാൻ ചോറ് കൊടുക്കുമായിരുന്നു കുഞ്ഞിന്. ഓ, ഇവിടെ നിന്ന് അയാൾ ഇവിടെ നിൽക്കുക. വെള്ളം എടുക്കാൻ പോയ സമയത്ത് കുഞ്ഞ് കരയുന്ന കേട്ടോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ളം എടുത്തില്ല, ഓടി വന്നു. കരയുന്ന കേട്ടോണ്ട് ഓടി വന്നു. കുഞ്ഞിനെ പെട്ടെന്ന് താഴ്ക്കെടുത്തിട്ട് അയാൾ എന്റെ പമ്പ് കയറി പിടിച്ചു. ഞാൻ ബഹളം വെച്ചിട്ട് ഓടി. എങ്ങോട്ടാ ഓടിയേ? കണ്ടില്ല, ഒന്നും അറിഞ്ഞില്ല. കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങ് ഓടുവായിരുന്നു. കൊച്ചിനെ എടുത്തോണ്ട് പോയ ആ മേളിലെ വിട്ടോണ്ട് കുഞ്ഞിനെ പുള്ളി വെള്ളം ഉണ്ടായപ്പോ കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് പോയി. ഇവിടെ കിടത്തി എന്റെ പൊങ്ങി കയറി. ഈ വെള്ളം കുടിച്ചില്ല? വെള്ളം കുടിച്ചില്ല. എന്തോ ഡ്രസ് ഇട്ടെന്ന്? ശരി, കാവി മുണ്ടും വെള്ളത്തും. വീശ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. മരച്ച താടിയാണോ? നല്ല കുട്ടി അപ്പൊ തറക്കിടത്തി കുഞ്ഞിനെ കിടത്തേക്കുമായിരുന്നു. ഞാൻ അറിയുന്നില്ലല്ലോ. പരിസരത്തൊന്നും വേറെ ആരും ഇല്ല? ഇല്ല, ഇവിടെ ഞാനൊരു അമ്മ ഉള്ളായിരുന്നു. എടുത്തില്ല. കുഞ്ഞ് കരയുന്ന നേട്ടോണ്ട് ഞാൻ തിരിച്ചു വന്നു. ആകെ ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, വെള്ളം തരുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഈ പ്രദേശത്ത് ഇത് ആദ്യമായിട്ട് നടന്നൊരു സംഭവം. ഞങ്ങളെല്ലാം നല്ല പേടിയിലിരിക്കുക. ഞങ്ങളുടെ എല്ലാം വീട്ടുകളിൽ കുഞ്ഞുങ്ങളും ഉണ്ട്. നേരം വെളുത്ത് ഞങ്ങൾ ഇറങ്ങി പോകുന്നവരെ വൈകിട്ടാണ് കയറി വരുന്നത്. ഇനി സ്കൂൾ അടയ്ക്കുമ്പോഴും വീട്ടിൽ കൊച്ചുങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എങ്ങോട്ടും പോയില്ല. ഒക്കത്തില്ല. അന്നേരം ആ കൊച്ചു വെള്ളം എടുക്കാനായിട്ട് അകത്തോട്ട് പോയത്. ആ പോയ സമയത്താണ് ഇയാൾ കൊച്ചിനെ എടുക്കുന്നത്. ദൈവഭാഗ്യമായിട്ട് കിട്ടിയതാ കുഞ്ഞിനെ. അതുമല്ല, ആ കൊച്ച് ഒത്തിരി നാൾ അവർക്ക് ഉണ്ടാവാതിരുന്നുണ്ടായ ഒരു കുഞ്ഞ്, നേർച്ച പറഞ്ഞുണ്ടായ ഒരു കുഞ്ഞ്. അല്ലാതെ വേറെ വണ്ടികളൊക്കെ ഇതിലെ കൂടെ പോകുന്നുണ്ട്. അവിടെ റോഡ് പണി ആയതുകൊണ്ടേ ഇതിലെ കൂടെ പോകുന്നുണ്ട് വണ്ടികളൊക്കെ. എന്തോ വിശേഷിച്ച് കഴിയുമെന്ന് വെച്ചാൽ ഇത് കുറച്ച്, കാരണം ഞങ്ങളുടെ ഒന്നും കൂട്ട് ഉറച്ച് വാവയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം പറയാനെന്നുള്ള ഒരു ഇത് ആ കൊച്ചിനില്ല. അതിൻ്റെ വീട്ടിൽ വാങ്ങി ചെറുപ്പത്തിൽ അതിൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു. ആയാലും വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ കൊച്ചിനെന്ന് പറയുന്നിടത്ത് അവരെല്ലാം മരിച്ച് കളിപ്പം. കാരണം ഇത് കണ്ടപ്പം ചേട്ടനും ഒക്കെ വിളിച്ചു വെക്കുന്ന കഥ അടച്ചിട്ടിരിക്കാന്ന് എന്താ എൻ്റെ കുഞ്ഞിന് വല്ലതും പറ്റും. ഞാൻ ആ മേലെ വീട്ടിലോട്ട് പോയപ്പം ഞാൻ ചോദിച്ചു, കുന്തിയ മോളെ കുഞ്ഞ് ഉറങ്ങും അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇനി പോന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഭാഗമേക്കാം. അപ്പോൾ ഈ പൈസ മേടിക്കുക, ഈ
ഇവർ വരത്തില്ലയോ, നമ്മൾ ലോൺ ഇതൊക്കെ എടുത്ത മൈക്രോ ഫിനാൻസ്. അത് ആ മേലെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും ഈ സംസാരം എന്നും പറഞ്ഞ് എന്തുവാണെന്നറിയാൻ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരുപാട് ആൾ കൂടിയിരിക്കുന്നു. എന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞതുപോലെ ആ കൊച്ചിനെ ഇതുപോലെ പൊടിക്കൊച്ചിന് ആ ആളിനകത്തെടുത്ത് ചോറ് വാരി കൊടുത്തുകൊണ്ടിരുന്നതാണ്. അന്നേരം ഒരാൾ മിറ്റത്ത് വന്നുകൊണ്ട് ഇച്ചിരി വെള്ളം ചോദിച്ചു. കുഞ്ഞിനെ അവിടോട്ട് കിടത്തിയിട്ട് അടുക്കളയിലോട്ട് ചെന്ന് അപ്പോൾ കൊച്ച് കരഞ്ഞു. തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇയാൾ കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പം തിരിച്ച് വെള്ളം എടുക്കാതെ കൊച്ചി ഇങ്ങോട്ട് വന്ന് അപ്പോഴത്തേക്കും കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് കൊച്ചിൻ്റെ കൊങ്ങായി കീറി പിടിച്ചു. അപ്പം ഒരു മാല എൻ്റെ കരുത്തി കിടപ്പുണ്ടായിരുന്നു. പക്ഷെ മാലയ്ക്ക് പിടിച്ച പിടിയല്ല. മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ പട്ടാഴി അമ്മയുടെ സത്യം കൊണ്ട്. കാരണം അത്ര കഷ്ടപ്പെട്ടും വേദനിച്ച് അവർ പലയിടത്ത് വഴിപാട് പറഞ്ഞുണ്ടായ ഒരു കുഞ്ഞാണ്. അത്ര എണ്ണമുണ്ട്. കാരണം പിന്നെ ഇവിടെ അമ്മാവി അമ്മ ആ കൊച്ചിനെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നതാണ്. അവർ രാവിലെ പണിക്ക് പോകും. അതിൻ്റെ ഭർത്താവ് തടിപ്പണിക്ക് വന്നു. പണി ചെയ്തുകൊണ്ട് ഇന്നിപ്പം ചോറുണ്ടവരുണ്ട്, പൊതി അഴിച്ചവരുണ്ട്. അന്നേരം ഇവിടുത്തെ ആ കൊച്ചാ വിളിച്ച് പറയുന്നത് പെട്ടെന്ന് വരാൻ. അപ്പോഴത്തേനെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് എങ്ങനെ എത്തിപ്പിടിച്ച് ചാടി ഓടി ആ വീട്ടിലോട്ട് ചെന്ന് എന്തുവാന്ന് ചോദിച്ചു പറഞ്ഞാൽ പിന്നെ ഒരാൾ വന്ന് എൻ്റെ കൊങ്ങായിക്ക് പിടിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോഴത്തെ ഇവർ വീഴുമായിരുന്നു ചെയ്തത്. ഞാനും മോനും ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയിരുന്നതാണ്. ഇവളും കുഞ്ഞും തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ഒരാൾ ഒരു 2 മണിയൊക്കെ ആയി കാണുമെന്ന് പറയുന്നു. ഇവിടെ വന്ന് വെളിയിൽ നിന്ന് അവൾ പറഞ്ഞു ഇച്ചിരി വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അവളന്നേരം ഇവിടെ കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്നേരം വെള്ളം ചോദിച്ചപ്പോൾ ഇവള് പിന്നെ വെള്ളം എടുക്കാനായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി, അടുക്കളയിലോട്ട് പോയി. അപ്പോൾ അങ്ങോട്ട് അവൾ പോയ സമയം കൊണ്ട് ഇയാൾ ഇവിടെ കയറി കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ കുഞ്ഞിനെ എടുക്കുക. ഇവിടെ വെള്ളം എടുക്കാതെ തിരിച്ചോടി വന്നെന്ന് പറഞ്ഞു. തിരിച്ചോടി വന്ന് കുഞ്ഞിനെ മേടിക്കാനായിട്ട് വന്നപ്പോഴത്തേന് ഇയാൾ കുഞ്ഞിനെ ഇട്ടതാണോ ഈ താത്ത് വെച്ചോന്ന് അറിയത്തില്ല. എന്തായാലും കുഞ്ഞിനെ താത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇവിടെ കൊങ്ങായി കയറി പിടിക്കുമായിരുന്നു. കൊങ്ങായി കയറി പിടിച്ച് ഇവിടെ കിടന്ന് ബാ വെച്ച് ഇയാൾ വിട്ടും വെച്ച് ചാടി ഇറങ്ങി. ഇവിടെ പെട്ടെന്ന് കുഞ്ഞിനെ പേടി എടുത്തുകൊണ്ട് ഇതിലെ കൂടെ കയറി ഇങ്ങനെ മേപ്പോട്ട് മേളിലൊരു വീടുണ്ട്, അങ്ങോട്ടങ്ങ് കൂടിയെന്ന് പറഞ്ഞു. എങ്ങനെ പോയെന്ന് നമുക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മേളിലോട്ട് ചെന്നിട്ട് ഇവിടെ അവിടെ കണ്ട് റബ്ബറെ ചാരി നിന്നു. അവിടെ നിന്നപ്പോൾ ഇവളിങ്ങനെ റബ്ബറെ കൂടെ ചാരി നിന്നിട്ട് ഇങ്ങനെ പെറുക്കി ഉള്ളിൽ മയങ്ങി ഇങ്ങനെ ഇരിക്കാൻ പോവുക. അങ്ങനെ ഇവളെന്തോ ഓടി ചെന്ന് കുഞ്ഞിനെ അങ്ങ് വാങ്ങിച്ചു. കുഞ്ഞിനെ മേടിക്ക് ഇവിടെ മയങ്ങി അങ്ങ് വീഴുമായിരുന്നു. അതിൽ പെണ്ണെ പോയി നോക്കി, പക്ഷെ കണ്ടില്ല ആളിനെ. തിരിച്ച് ഇവിടെ ഓടി വന്നിട്ട് എൻ്റെ മോനെ വിളിച്ചു. അങ്ങനെ നമ്മൾ ആരായാലും വെള്ളം കൊടുക്കും. അതോർത്ത് ആ കൊച്ചു വെള്ളം ചോദിച്ചോട്ടെ വെള്ളം എടുക്കാൻ ലാഭിച്ച് വന്ന ആളാണ് ഞാൻ വെള്ളം മേടിച്ച് കുടിക്കത്തില്ലയോ. അയാൾ വെള്ളം മേടിച്ച് കുടിക്കാണ്ട് വെള്ളം എടുക്കാൻ പോയ കൊച്ചു പോയപ്പോഴത്തേന് അതിൻ്റെ കുഞ്ഞിനെ വന്നാണ് ഓടിയെടുത്തത്. വെള്ളമല്ലായിരുന്നു പ്രധാനം, വെള്ളമല്ല കൊച്ചിനെ എടുത്തത്. വെള്ളം എടുക്കാൻ പോയാലും വെള്ളം എടുത്തില്ല, വെള്ളം കൊണ്ടുവന്നില്ല. അതിന് മുമ്പേ കുഞ്ഞിനെ വിറ്റിട്ട് ഇന്ന് ആൾ ഓടി വന്നെടുത്ത്. അന്നേരം ആ കുഞ്ഞ് ഒരിക്കലും എടുത്താൽ കരയാത്ത ഒരു കുഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഇത് കൊട്ടണം ആ കുഞ്ഞ് കരഞ്ഞ്. അപ്പോൾ തള്ള തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. തള്ള ഓടി ഇങ്ങോട്ട് വന്നപ്പോൾ കുഞ്ഞിനെ കൊടുക്കാൻ നിൽക്കുമല്ല, പിടിച്ചു മേടിച്ചതാ തള്ള. കുഞ്ഞിനെ കൊടുക്കാൻ നിൽക്കുമല്ല, പിടിച്ചു മേടിച്ചതും കൊണ്ടുകൊണ്ട് ഓടുമ്പം കൊരനായിക്കെല്ലാം കൂടെ കയറി കുത്തിപ്പിടിച്ചതാണ് ഈ തള്ളയുടെ പെണ്ണിൻ്റെ. അപ്പോഴത്തേന് അലർച്ചി കൊണ്ട് വിളിച്ചു. ഇവിടെ ആരുമില്ല, ഞങ്ങളെല്ലാം മേളിൽ ഇരുന്നതാണ്. ഈ വീട്ടിൽ 2 വീട്ടിലും ആരുമില്ല. അപ്പം ഓടിക്കൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇതുവഴി ആ മേപ്പോട്ടില്ല മേലെ വീട്ടിൽ പൈസ കൊടുക്കുന്നതിൻ്റെ പിരിവുകാരുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് ഓടിപ്പോയി. അവരും കണ്ടില്ല, ആളെ കണ്ടില്ല ആരും. ഇല്ല കുഞ്ഞിനെ പിടിച്ചോണ്ട് ഓടിയപ്പോൾ ഇവനെ ഒരുങ്ങി ഓടിക്കാണും. അത് കാവ്യ മുണ്ടും തോർത്തും ഉണ്ടെങ്കിൽ ഷർട്ടും ഒന്നും ഇടാതെ ഇവിടുന്ന് ഇത് വേറെ ആൾ കാണുമായിരിക്കും. കുറേ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ മക്കളെല്ലാം അങ്ങ് നിന്നു. പിന്നെ രാത്രി പ്രായമായെന്ന് പറഞ്ഞാൽ പറ്റും. ആഭരണങ്ങളും ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും നമ്മളറിയാൻ പറ്റുമെന്നത്തെ നമ്മളെല്ലാം പേടിയില്ല. ഇപ്പോൾ ഒരു ഭയപ്പാടാണ്. മറ്റേ നമ്മുടെ ഈ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല പറയുക. കാരണം അത്ര വിഷമമുണ്ട്. കാരണം ഇപ്പോൾ ഇത് വന്നപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് വീട്ടിലോട്ട് പോകാൻ പേടിയും. വീട്ടിൽ പട്ടം ലൈറ്റൊക്കെ ഇട്ട് പഞ്ചായത്തിൽ നിന്ന് വന്ന് എനിക്ക് വെളിയിലോട്ട് ഒരു ഫോൺ വിളിച്ചിട്ട് ലൈറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. സംഭവമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ ഈ നാട്ടുകാർ മുഴുവനൊരു ഭയപ്പാടിലാണ്. കാരണം സമാനമായ സംഭവങ്ങളാണ് നാട്ടിലുടനീളം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓയിലൊക്കെ നടന്ന സംഭവമൊക്കെ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശവാസികളാകെ ആകസ്മികമായി ഉണ്ടായതാണെങ്കിൽ കൂടിയും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഭയപ്പാടിലാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് തൊഴിലുറപ്പും മറ്റു കൂലിപ്പണിക്കുമൊക്കെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ രക്ഷകർത്താക്കൾക്ക് ജോലിക്ക് പോകാനും ഒക്കെ ഇപ്പോൾ ആ ആശങ്കകളാണ് ഇവിടുത്തെ പല രക്ഷകർത്താക്കളും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും പങ്കുവെക്കുന്നത്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശാശ്വതമായ പരിഹാരവും അന്വേഷണവും ഒക്കെ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.